ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകൾ അനുവദിച്ച് ഗതാഗത വകുപ്പിന്റെ പുതിയ സർക്കുലർ. പ്രതിദിന ടെസ്റ്റുകൾ 40 ഉയർത്തി 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസത്തെ സാവകാശം അനുവദിക്കും. കാറുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നതിന് 3 മാസം സമയം നൽകിയിട്ടുണ്ട്. അതേസമയം പുതിയ പരിഷ്കരണം പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഇപ്പോഴത്തെയും ആവശ്യം. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഖിൽ ഷാ, എന്താണ് ഈ വിഷയത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്? ചില ഇളവുകൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, അതിനോട് യോജിക്കേണ്ട എന്നാണോ? ഗോപികൃഷ്ണൻ, ഈ ഡ്രൈവിംഗ് സ്കൂളുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയ വിവിധ സംഘടനകളും അവരുടെ നിലപാട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അറിയാൻ കഴിയും. ചില യോഗങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CITU അതിന്റെ ഭാരവാഹി യോഗം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതുകൂടെയൊക്കെ കണക്കിലെടുത്ത് അതിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റ് സംഘടനകളും അവരുടേതായ യോഗങ്ങൾ ചേരും. അതിനുശേഷം ഈ സർക്കുലർ പരിശോധിച്ചതിന് ശേഷമാകും ഇനി ഏത് തരത്തിലായിരിക്കണം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. എന്തായാലും ഇവരുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം ഈ ഗതാഗത കമ്മീഷണറെ ഇവർ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തു. ഈ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചില ഇളവുകൾ ഈ സർക്കുലറിൽ വരുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്ന് 40 ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം ഈ 15 വർഷം കാലം കഴിഞ്ഞ വാഹനങ്ങൾ അത് മാറ്റാനായി ഒരു 6 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഈ വണ്ടികളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ ഘടിപ്പിക്കുന്നതിന് ഒരു 3 മാസത്തെ സമയം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ടുകൾ, അതായത് ഈ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ നവീകരിക്കുന്നതിനും കുറച്ചുകൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. അതുവരെ ഈ ഹെച്ച് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നിലവിലുള്ള ഗ്രൗണ്ടുകളിൽ തന്നെ നടത്താമെന്നുള്ള കാര്യവും പുതിയ സർക്കുലറിൽ പറയുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ടുകൾ ഉടൻ തന്നെ നവീകരിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ സർക്കുലറിലുണ്ട്. എന്തായാലും ഈ സമരം തുടരാനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തീരുമാനം ഉണ്ടാവുക. അഖിൽ ഷാ അൻസാർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി നമുക്ക്